പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് റോഡ് മാർഗം 4 മണിക്കൂറുണ്ട്. ഈ ദൈർഘ്യം കുറയ്ക്കാനുള്ള ആശയമായിരുന്നു ഗ്രീൻഫീൽഡ് ഹൈവേ. 121 കിലോമീറ്റർ താണ്ടാൻ വേണ്ടത് വെറും 2 മണിക്കൂർ. എന്നാൽ ഇപ്പോൾ ഇതിൽ ആശ്വാസങ്ങൾക്കപ്പുറം 600ഓളം കുടുംബങ്ങളുടെ ആശങ്കയാണുള്ളത്. പെരുമണ്ണ അങ്ങാടി ഉൾപ്പെടെ 100 മീറ്റർ പരിധിക്ക് ഉള്ളിൽ തന്നെ ഈ സെൻറ്റിന് തറവിലയായിട്ട് കാണിക്കുന്നത് വെറും 65,000 രൂപയാണ്. ഈ 65,000 രൂപ കിട്ടിയാൽ ഒരു തരത്തിലും ഈ ഇരകളായ ആളുകൾക്ക് ഇതുമായി സഹകരിക്കാൻ തയ്യാറാവുന്നില്ല. ജില്ലാ കളക്ടറായാലും അതുപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടറായാലും ഈ ഇരകൾക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു പരിഗണന നൽകാത്ത ഒരു രീതിയിലാണ് പോകുന്നത്. കോഴിക്കോട് പെരുമണ്ണ പഞ്ചായത്തിലെ പുറ്റ്യാക്കടവ് മുതൽ ഒളവണ്ണ പഞ്ചായത്തിലെ കൂടത്തുംപാറ വരെയുള്ള 6.5 കിലോമീറ്റർ പരിധിയിലെ പ്രദേശവാസികളും വ്യാപാരികളുമാണ് ഇക്കാര്യത്തിൽ ആശങ്ക ഉയർത്തുന്നത്. സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരം ന്യായമല്ലെന്ന് ആവർത്തിക്കുകയാണ് വ്യാപാരികൾ അടക്കമുള്ളവർ. ഞങ്ങളെ വ്യാമോഹിപ്പിച്ച് വലിയ സംഖ്യ തരാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു BVR ഇറക്കി, അതിന് പുറമെ അതിനും കുറച്ച് രണ്ടാമത് BVR ഇറക്കി. ഇതൊക്കെ ഇറക്കിയിട്ട് ഇപ്പോൾ ലാസ്റ്റിൽ അതിൻ്റെ പകുതി വിലയും കൂടെ ഇല്ലാത്ത രീതിയിലേക്കാണ് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്ഥലത്തിന് തന്നെ കുറച്ച് പൈസ എന്നിട്ട് ഇപ്പം 2 വർഷം ആവാനായി. ഇപ്പം നമ്മൾ കുറച്ച് പൈസ ഒക്കെ കൊടുത്ത് കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി ഇപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനല്ല. വീടിന് പൈസ അവർ തരുന്നുമില്ല. അപ്പോൾ അത് പെട്ടെന്ന് വില കുറയ്ക്കണേ കൊണ്ട് ഇപ്പം നമുക്ക് ആ വിലക്ക് ഭൂമി വാങ്ങാനായിട്ട് കഴിയുന്നില്ല. ഇവിടെയൊക്കെ ഭൂമിക്ക് വില കൂടിപ്പോയി. പ്രദേശവാസികളെ വിശ്വാസത്തിലെടുക്കാതെയും അവരുടെ ഉത്കണ്ഠകൾക്ക് കൃത്യമായി മറുപടി പറയാതെയുമാണ് അധികൃതർ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും അതൊരു തീരുമാനമാവാതെ കിടക്കുകയാണ്. അത് വലിയൊരു ആശങ്കയാണ്. കാരണം ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി കച്ചവടം തുടങ്ങാൻ, എങ്ങനെയെങ്കിലും കടം വാങ്ങിയിട്ട് കച്ചവടം തുടങ്ങാനും പറ്റാത്തൊരവസ്ഥ, ഒഴിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഗവൺമെൻറ് അല്ല, കേരളത്തിൽ മൊത്തം ഈ കൊടുക്കുന്ന പൈസ പറഞ്ഞാൽ 75,000 രൂപയാണ് കൊടുക്കുന്നത്. കടക്കാർക്ക് 75,000 ഉറുപ്പ്യ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ 2 ആൾ ജോലി ചെയ്യുന്ന ആ ജീവിതം മുട്ടിച്ചിട്ട് 75,000 ഉറുപ്പ്യ കിട്ടി ഞങ്ങളിപ്പോഴത്തെ ആൾക്കാർ എന്ത് ചെയ്യാനാ? ഈ കട ഞങ്ങൾക്കിപ്പോൾ ഈ കട ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞിട്ട് വേറൊരു കട എടുത്തിട്ട് അതിന് അഡ്വാൻസ് കൊടുക്കാനും അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? റോഡുകൾ, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരു നാടിനെ പുരോഗതിയിലേക്ക് നയിക്കും. എന്നാൽ ചില വികസന പദ്ധതികൾ ഒരു നാടിനെ തന്നെ നേരിടുന്ന ആശങ്കയിലായിട്ടും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പെരുമണ്ണയിലെ ജനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ക്യാമറമാൻ ജസ്റ്റിൻ മാത്യുവിനോടൊപ്പം CP അഖില, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.